രമേശ് കലമ്പലി, BMC തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നു. താങ്കൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ BJP സഖ്യത്തിന് സാധിച്ചത്, മഹായുതിക്ക് സാധിച്ചത്? താങ്കളുടെ നിരീക്ഷണങ്ങൾ. തീർച്ചയായിട്ടും ഇത് മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇത്ര വലിയൊരു സിറ്റി, മുംബൈ പോലൊരു നഗരം ഇപ്പോഴും ശോച്യാവസ്ഥയിൽ കഴിയുക എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ലോകോത്തര നിലവാരത്തിലേക്ക് എത്തേണ്ട ഒരു നഗരമാണ്, എത്രയും വികസനം എത്തേണ്ട ഒരു നഗരമാണ്. ഈ ഒരു താക്കറെ ഫാമിലിയുടെ കയ്യിൽ, അല്ലെങ്കിൽ ശിവസേന പോലെ സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനമുള്ള ആൾക്കാരുടെ കയ്യിൽ ഈ മുംബൈ നഗരത്തിന് ഒരിക്കലും ഒരു വൻ കുതിച്ചുചാട്ടമോ മുന്നോട്ട് പുരോഗതിയോ ഉണ്ടാവില്ല എന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ആൾക്കാരെ തമ്മിൽ വിഘടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ സ്ഥലത്തെ രക്ഷിക്കണമെന്നും ഈ മുംബൈ പരമാവധി അതിന്റെ വികസനത്തിലേക്ക് എത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ജനത തീർച്ചയായിട്ടും വോട്ട് ചെയ്തു. അവർ രാഷ്ട്രീയം പോലും മറന്നൊരു പക്ഷേ വോട്ട് ചെയ്ത് കാണും. ഒരു കാലഘട്ടങ്ങളിൽ ശിവസേന അതിന്റെ ഭരണം, മുംബൈയുടെ ഭരണം ശിവസേന തന്നെ ആയിരിക്കണം എന്നൊരു ചിന്താഗതി ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി അവർക്ക് മനസ്സിലാക്കി ആ വിഭാഗത്തിന്റെ അജണ്ട എന്താണെന്നും അവർ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ദേശീയധാരയിൽ നിന്ന് പോലും പിന്മാറാൻ അവർ ശ്രമിച്ചു. ദേശത്തിന്റെ രക്ഷയുള്ള കാര്യത്തിൽ അവർ വെള്ളം ചേർത്തുകൊണ്ട് പ്രവർത്തിച്ചു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാഷ്ട്രീയത്തിനപ്പുറം മുംബൈ എന്നുള്ളൊരു വികാരമുണ്ട്. ആ വികാരമാണ് BJPയുടെ ഈ വിജയത്തിലേക്ക് കുതിച്ചതെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. യെസ് വളരെ നന്ദി ശ്രീ രമേശ് കലമ്പലി പ്രതികരിച്ചതിന്.